പുറപ്പാട് 13:13 ഓരോ കടിഞ്ഞൂൽ കഴുതയെയും ഒരു കുഞ്ഞാടിനെക്കൊണ്ട് വീണ്ടെടുക്കണമെന്നും വീണ്ടെടുക്കപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിക്കണമെന്നും ദൈവം കൽപ്പിക്കുന്നു. ഇത് ഒരു ലളിതമായ ആചാരനിയമം പോലെ തോന്നുമെങ്കിലും അത് ശക്തമായ ഒരു ആത്മീയ ചിത്രം വഹിക്കുന്നു. അശുദ്ധമായ ഒരു മൃഗമായ കഴുത പാപകരമായ മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കുന്നു, ശാഠ്യമുള്ളതും അശുദ്ധവും അയോഗ്യവുമായത്. ശുദ്ധവും നിഷ്കളങ്കവുമായ ഒരു സൃഷ്ടിയായ കുഞ്ഞാട് ക്രിസ്തുവിനെ പ്രതീകപ്പെടുത്തുന്നു. കഴുതയെപ്പോലെ പാപം നിമിത്തം നാമും നാശത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയരായിരുന്നു. നമുക്ക് സ്വയം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ നമ്മെ നശിക്കാൻ അനുവദിക്കുന്നതിനുപകരം ദൈവം ഒരു വീണ്ടെടുപ്പിനുള്ള മാർഗം നൽകി. ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു നമ്മുടെ സ്ഥാനം ഏറ്റെടുത്ത് നമുക്കുവേണ്ടി മരിച്ചു. പാപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാൻ അവൻ തന്നെ ഒരു പൂർണ്ണയാഗമായി അർപ്പിച്ചു. രക്ഷ നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്ന് ഈ പ്രതിച്ഛായ കാണിക്കുന്നു. കഴുതയ്ക്ക് ജീവൻ നേടാൻ കഴിയുന്ന ഒരു മൂല്യവുമില്ലായിരുന്നു. കുഞ്ഞാടിന്റെ മരണം നിമിത്തം മാത്രമാണ് അത് ഒഴിവാക്കപ്പെട്ടത്. അതുപോലെ നമ്മുടെ രക്ഷ പൂർണ്ണമായും കൃപയാലാണ്. പാപരഹിതനും നിർമ്മലനുമായ യേശു അർപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക. യേശു കുരിശിൽ കയറിയപ്പോൾ ഈ പ്രവചനരൂപം അവൻ നിറവേറ്റി. നഷ്ടപ്പെട്ടവരെയും അശുദ്ധരെയും രക്ഷിക്കാൻ കൊല്ലപ്പെട്ട കുഞ്ഞാടായി അവൻ മാറി. നമുക്ക് ദൈവമക്കളാകാൻ വേണ്ടിയുള്ള ശിക്ഷ അവൻ വഹിച്ചു. ഓരോ ആദിജാതപുത്രനും വീണ്ടെടുക്കപ്പെടേണ്ടതുപോലെ യേശു നമ്മെ വീണ്ടെടുക്കുകയും നമ്മെ തന്റേതാണെന്ന് വിളിക്കുകയും ചെയ്യുന്നു. കുഞ്ഞാട് മരിച്ചതിനാൽ കഴുത ജീവിക്കുന്നു. ക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് മരിച്ചതിനാൽ നാം ജീവിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ.